ഇന്നത്തെ യാത്ര തികച്ചു യാദൃശികമാണ് കേട്ടോ. കൊടും കാട്ടിലൂടെയാണ് യാത്ര. എന്തായാലും ഞങ്ങൾ ഒടിയൻ്റെ ഷൂട്ടിംഗ് നടന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അവിടേക്ക് പോകണമെന്ന് വിചാരിച്ചു, അവിടെ എത്തിയില്ല. എന്നാലും സ്ഥലമൊക്കെ ഞങ്ങൾ കണ്ടു, നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും ഞങ്ങളുടെ ധൈര്യം സമ്മതിച്ചു. കാരണം നല്ല ഒരു എന്താ പറയുക, പേടിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലത്ത് കൂടെ തന്നെയാണ്. എല്ലാവരും പോയിട്ടുണ്ടാവും, ചിലവർ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടവർക്കറിയാം. അത്രയും കാട്ടിലൂടെയാണ് നമ്മൾ 1 കിലോമീറ്ററോളം വേണം നമ്മൾക്ക് ഈ മുച്ചീരി മല എന്ന് പറഞ്ഞ സ്പോട്ടിലേക്ക് എത്താൻ. അപ്പം ഞങ്ങൾ എന്തായാലും വേണ്ടില്ല, മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല, വെച്ച് നട്ടന്ന് കയറി പോകുന്നുണ്ട്. ഈ കുട്ടി ഒക്കെ പറ്റ ക്ഷീണിച്ചു കിട്ടും മേലെ എത്തിയപ്പോഴേക്കും. എന്നാലും അവൻ കയറിപ്പോയി. നല്ല രസമാണ്, നല്ല വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്കിങ്ങനെ എന്താ പറയുക, മലയുടെ മുകളിൽ എത്തുമ്പോഴാണ് ആ ഒരു താഴത്തുനിന്ന് നമ്മൾ ചിന്തിക്കും ഈ കാട്ടിലൂടെ പോയിട്ട് ഇപ്പോൾ എന്താ അവിടെ ഉണ്ടാവുക എന്നുള്ളത്. ഒരു മലയാണ് എന്നുള്ള അറിയാം, മലയിൽ പോയിട്ട് ഇപ്പോൾ എന്താ തിരിച്ചു പോയാലോ എന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. ഒരു വട്ടെങ്കിലും നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കൂ. കണ്ടാൽ നമുക്കത് മനസ്സിലാവും. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ കാടും ഈ കല്ലും മലയൊക്കെ കയറിയിട്ട് എന്തിന് നമ്മളിത്ര കഷ്ടപ്പെട്ട് പോകുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഓരോ ഭ്രാന്തുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ഇഷ്ടമുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് അടിപൊളി സ്ഥലമാണ്. പിന്നെ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഈ വീഡിയോ 2 പാർട്ടായിട്ട് ഇടാണ് കേട്ടോ. ഒന്നും ഇതിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അത്രയും വിഷ്വലാണ്, അടിപൊളിയായതുകൊണ്ട് ഞാനിത് 2 പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇവിടെ വരുന്ന ഒരു ക്ഷേത്രമുണ്ട് ഈ മലയുടെ മുകളിൽ. ആ ക്ഷേത്രം വരെ ഞാൻ ഇന്നത്തെ വീഡിയോയോട് എടുത്തിട്ടുള്ളൂ. 2ാമത്തെ വീഡിയോയിൽ ഇതിൻ്റെ സ്പോട്ട്, ഏറ്റവും ടോപ്പ് സ്പോട്ട് ഞാൻ കാണിക്കാം. എന്തായി ചിരിക്കുന്നതെന്നല്ലേ, എനിക്കൊരടി മുന്നോട്ട് നടക്കാൻ വയ്യ, അത്രയും കഥയ്ക്കാണ്. ശരിക്കും വോയിസ് ഓവർ കൊടുക്കുന്നത് തന്നെ ആ കഥപ്പ് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഭയങ്കര രസമാണ്. ഞങ്ങൾ പേടിച്ച് പോകുന്നത്. ഭയങ്കര കിളികളും ഒരു പ്രത്യേക ശബ്ദവും, പിന്നെ ഫുൾ കാടല്ലേ, ഒരു മനുഷ്യനില്ല. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഫോൺ വിളിച്ചാൽ പോലും നമുക്ക് ആ സ്ഥലം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അത്രയും ഒരു ഡേഞ്ചർ സ്ഥലമാണ്. എന്നാലും ആളുകൾ പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാനും ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ എത്താൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലത്തെ മരങ്ങളൊക്കെ ചാടി കടന്ന്, ചെറിയ അരുവികളൊക്കെ ഉണ്ട്, അതെല്ലാം കടന്ന് വേണം മേലേക്ക് പോകാൻ. എന്തായാലും വിടല്, ഞങ്ങൾ എന്തായാലും അതിൻ്റെ ടോപ്പിൽ എത്തണം എന്നുള്ള. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിവിടെ പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ രാവിലെ പോകണം, ഇല്ലെങ്കിൽ പിന്നെ വൈകുന്നേരത്ത് പോയാൽ തന്നെ. ഞങ്ങൾ ഇവിടുന്ന് 3 മണിക്ക് കയറി 5 മണിയാകുമ്പോഴേക്കാണ് ഞങ്ങൾ 5:30 ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോഴേക്കും തന്നെ നല്ലപോലെ ഇരുട്ടായി കേട്ടോ. ഒരു രക്ഷയില്ല, അത്രയും പേടിപ്പെടുത്തുന്ന സ്ഥലവുമാണ്. എന്നാൽ നമുക്ക് അതിനോട് നല്ല ഇഷ്ടമുണ്ട്. അങ്ങനെ ഞങ്ങളിതാ കയറി പോണ സമയത്ത് അമ്പലത്തിൻ്റെ അടുത്തെത്തി. അമ്പലം കണ്ടപ്പോൾ തന്നെ നമുക്കൊരു നെടുനിശ്വാസം വരും, അത്രയും ടയർഡായി പോകും. അങ്ങനെ അമ്പലത്തിൻ്റെ കുറച്ച് വിഷ്വലൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഐതിഹ്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ആദ്യമായിട്ട് പോയത് കാരണം കൊണ്ട് അതിൻ്റെ ഒന്നും അറിയില്ല. അമ്പലം ഇത്രയും ഹൈറ്റിലാണ് കേട്ടോ ഈ അമ്പലം. അവിടെ ഒരു വിഗ്രഹം കണ്ടു ഞാൻ, അതും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. എന്താണ് ഈ അമ്പലം, ഏതാണ്, അങ്ങനെ ആ അമ്പലത്തിൻ്റെ ഒന്നും തന്നെ എനിക്കറിയില്ല. എന്തായാലും ഇവിടെ ഒരു വിഗ്രഹം കാണുന്നുണ്ട്. ആ വിഗ്രഹങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ, അതാണ് വിഗ്രഹം. കുറച്ച് പാറകളുടെ ഇടയിൽ അതിൽ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ. ക്ഷേത്രത്തിലും ഉള്ളിലും പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ടൊന്നും പോയില്ല, ഉച്ച സമയമായതുകൊണ്ട്. അപ്പം വീഡിയോ സ്പെഷ്യലാണ്. എന്തായാലും ഇത്തിരി ധൈര്യം വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ സ്ഥലങ്ങൾക്കൊക്കെ എത്താനും പറ്റുള്ളൂ. ഫോണിന് റേഞ്ച് ഞങ്ങൾക്ക് ജിയോ ആയതുകൊണ്ട് അവിടെ ഉണ്ട്, റേഞ്ച് ഉണ്ട്. എല്ലാ ഫോണിനും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ ആ വിഗ്രഹം കണ്ടോ, കറക്റ്റായിട്ടൊരു അയ്യപ്പൻ്റെ ഒരു വിഗ്രഹം പോലെ ഇല്ലേ. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ലോകം നോക്കുമ്പോൾ ഗണപതിയായിട്ട് തോന്നും. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് വീണ്ടും
കറക്റ്റായിട്ടുള്ള സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പം ആ സ്പോട്ട് എത്തുന്ന വീഡിയോ നമുക്ക് അടുത്ത പാർട്ടിലിടാൻ പറ്റുള്ളൂ. ഇതിൽ പറ്റില്ല. എല്ലാ വീഡിയോയും കൂടി ഒരുമിച്ചാവില്ല. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് തരിക. ഇനിയും വീഡിയോ വരുന്നതായിരിക്കും.